പി എസ് സിക്ക് ഇറങ്ങുമ്പോൾ ഇനി പി എസ് സി ഒരു കിട്ടുമോ അല്ലെങ്കിൽ സേഫാണോ, പെട്ടെന്ന് ജോലി സെറ്റാകുമോ എന്നുള്ള ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു. പി എസ് സി മേഖലയിൽ കനത്തൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഫോഴ്സുകൾ, ഇപ്പോൾ CPO, ഫയർ, എക്സൈസ്, സബ് ഇൻസ്പെക്ടർ, ഈ എക്സാംസൊക്കെ റിട്ടൺ എക്സാം പാസ്സായിരുന്നു. ആ സമയത്ത് ഫിസിക്കലി മെഡിക്കലി ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അതിലൊന്നും ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഒരു 1-2 വർഷം കൂടുതൽ പോയാൽ 2 വർഷം ട്രൈ ചെയ്തിട്ട് നിർത്താം, അല്ലെങ്കിൽ എൻ്റെ കോഴ്സുമായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളുമായി ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. 2021 എഴുതിയ എക്സാം ആയതുകൊണ്ട് തന്നെ 2-3 വർഷത്തോളം ഇതിൻ്റെ അഡ്വൈസ് ലഭിക്കാനും അപ്പോയിൻമെൻറ്റ് ലഭിക്കാനും ഒക്കെ ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ ഫാമിലിക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ആശങ്കയുണ്ടായിരുന്നു. എങ്ങാനും ലിസ്റ്റ് കട്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് പെടുമോ എന്നുള്ളൊക്കെ ചിന്തകളുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ അഡ്വൈസിൻ്റെ ഫോട്ടോ ഫോണിലേക്ക് വരുന്നത്. ഉപ്പാൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് അഡ്വൈസ് കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഉപ്പ ഫോണിൽ വിളിച്ച് സന്തോഷം അറിയിച്ചു. വാട്സപ്പിലേക്ക് അതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. ഒരു സർക്കാർ ജോലി എന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ്. നിശ്ചയദാർഢ്യത്തോടെ പഠിച്ചാൽ മാത്രമേ ആ ലക്ഷ്യം കൈവരിക്കാൻ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മുന്നിലുള്ള പ്രതിസന്ധികളൊക്കെ മറികടന്ന് 10ഓളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും നിലവിൽ അഡ്വൈസ് ലഭിച്ചിരിക്കുന്ന മിഥിലാജാണ് നമ്മുടെ കൂടെയുള്ളത്. എയ്സിന്റെ സ്റ്റുഡന്റ് എന്നതിലുപരി എയ്സിലെ സ്റ്റാഫ് എന്ന പ്രത്യേകതയും മിഥിലാജിനുണ്ട്. മിഥിലാജിന്റെ കൂടുതൽ വിശേഷങ്ങളും പഠന രീതികളും നമുക്ക് ചോദിച്ചറിയാം. എയ്സാപ്പിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് മിഥിലാജ്. നിലവിൽ സിവിൽ സപ്ലൈ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന തസ്തികയിലേക്കുള്ള അഡ്വൈസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10ഓളം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. ഉപ്പാൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് അഡ്വൈസ് കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഉപ്പ ഫോണിൽ വിളിച്ച് സന്തോഷം അറിയിച്ചു. വാട്സപ്പിലേക്ക് അതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നു. 2021 എഴുതിയ എക്സാം ആയതുകൊണ്ട് തന്നെ 2-3 വർഷത്തോളം ഇതിൻ്റെ അഡ്വൈസ് ലഭിക്കാനും അപ്പോയിൻമെൻറ്റ് ലഭിക്കാനും ഒക്കെ ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ ഫാമിലിക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ആശങ്കയുണ്ടായിരുന്നു. എങ്ങാനും ലിസ്റ്റ് കട്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് പെടുമോ എന്നുള്ളൊക്കെ ചിന്തകളുണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ അഡ്വൈസിൻ്റെ ഫോട്ടോ ഫോണിലേക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എൻ്റെ PSC അനുഭവം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ പത്രവായന, GK എന്നിവയുടെയൊക്കെ നന്നായി താല്പര്യമുണ്ടായിരുന്നു. ഒരു ഹൈസ്കൂൾ വരെയൊക്കെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലുമായിരുന്നു. പക്ഷേ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് +1, +2, ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ പഠനത്തിൽ ഞാൻ അത്ര മുന്നിലായിരുന്നില്ല, ബാക്കിലായിരുന്നു. സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേറെ കുറേ ആക്ടിവിറ്റീസുകളിൽ ആർട്സ് അങ്ങനത്തെ സ്പോർട്സിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നെ GKയോട് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ അമ്മായിയാണ് എന്നെ PSCയിലേക്ക് ഒരു മോട്ടിവേഷനായിട്ട് എന്നെ കൈപ്പിടിച്ചുയർത്തുന്നത്. വീട്ടിലെ മൂത്ത കുട്ടിയായതുകൊണ്ടും താഴെ 3 അനിയത്തിമാരും അനിയനുമൊക്കെ ഉള്ളത് കാരണം തന്നെ ആശങ്കകളും ഉത്തരവാദിത്തങ്ങളും വളരെ കൂടുതലായിരുന്നു. ഉപ്പ മദ്രസ അധ്യാപകനാണ്. സാമ്പത്തികമായി അത്ര ഉയർന്നൊരു ഫാമിലി അല്ല ഞങ്ങളത്. ആ സമയത്ത് PSCക്ക് ഇറങ്ങുമ്പോൾ ഇനി PSC ഒരു കിട്ടുമോ അല്ലെങ്കിൽ സേഫാണോ, പെട്ടെന്ന് ജോലി സെറ്റാകുമോ എന്നുള്ള ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒരു 1-2 വർഷം കൂടുതൽ പോയാൽ 2 വർഷം ട്രൈ ചെയ്തിട്ട് നിർത്താം, അല്ലെങ്കിൽ എൻ്റെ കോഴ്സുമായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളുമായി ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എൻ്റെ PSCയുടെ ആദ്യ പഠനഘട്ടം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്പയർ സ്റ്റഡികളായിരുന്നു. അപ്പോൾ GK ഒക്കെ ഏകദേശം ഓക്കെ ആയി എന്ന് തോന്നുന്ന സമയത്താണ് ഇംഗ്ലീഷ്, മാത്സ് എന്നിവയൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി തീരുന്നതും മാർക്ക് ആ വിഷയങ്ങളൊന്നും കയറാതെ നിൽക്കുന്നതും. ആ സമയത്താണ് എയ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതും എയ്സിലോട്ട് വരുന്നതും. പിന്നീടുള്ള എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തും കുറച്ചുകൂടെ ആവേശകരവും വേണം പെട്ടെന്ന് നേടണമെന്നുള്ളൊരു ഉത്സാഹത്തോടെയൊക്കെയുമായിരുന്നു. PSCയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഉദ്യോഗങ്ങൾ തന്നെയായിരുന്നു സ്വപ്നം. ഏതെങ്കിലും ചെറിയ ജോലി എന്നതിന് അപ്പുറം സമൂഹത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് ആളുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ആഴത്തിലിറങ്ങിയുള്ള പഠനത്തിനാണ് ഞാൻ ശ്രമിച്ചത്. ഓരോ വിഷയവും ആസ്വദിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം മുതലേ പഠിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ കാണാപ്പാഠം പഠിക്കുന്നതിലുപരി കുറച്ചുകൂടെ
സിസ്റ്റമാറ്റിക്കായി അതിൻ്റെ എല്ലാ വർഷങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളൊരു പഠനത്തിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. പഠന രീതി എന്ന് പറയുന്നത് കൃത്യമായൊരു ധാരണയും എത്ര ഭാഗങ്ങൾ തീർക്കണം, എത്ര ദിവസങ്ങൾ കൊണ്ട് എത്ര ഭാഗങ്ങൾ തീർക്കണം, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയും ടൈം ടേബിളും ഉണ്ടായിരുന്നു. അതിലൂടെ പൂർണ്ണമായും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു ഏകദേശം ഒരു 80-90% ആ രീതി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയായിരിക്കും എഴുതിയ എക്സാമുകളിലൊക്കെ ലിസ്റ്റുകൾ വരാൻ സാധിക്കുന്നതും. പഠനത്തിന് പുറമെ എക്സാമുകളാണ് എന്നെ ഈ റാങ്കിക്ക് എത്തിക്കാൻ വളരെയധികം നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എയ്സിലെ എക്സാമുകളും എയ്സിലെ ക്ലാസ്സുകളും. എയ്സിലെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നല്ല ഫാക്കൽറ്റികൾ, അവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം എന്നെ റാങ്കിൻ്റെ പിന്നിലുണ്ട്. എക്സാം വീക്കിൽ നടക്കുന്ന ഓരോ എക്സാമുകളും ആദ്യമൊക്കെ മാർക്കുകൾ കുറവായിരുന്നെങ്കിലും ധാരാളം നിരാശ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു വാശിയായി എടുത്ത് ഓരോ വീക്ക് കൂടുന്തോറും റാങ്കുകൾ മുന്നിലെത്തിക്കാനും എയ്സിലെ എക്സാമുകളും മെറ്റീരിയലുകളും സഹായിച്ചിട്ടുണ്ട്. PSC മേഖലയിൽ ഇറങ്ങുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് സപ്പോർട്ടിന് പകരം കളിയാക്കലുകളും കുത്തുവാക്കുകളും ആശങ്കകളും ഒക്കെ നമുക്ക് കൂടുതൽ നേരിടേണ്ടി വരും. തീർച്ചും വ്യത്യസ്തമായിരുന്നു എൻ്റെ അനുഭവം. കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഫാമിലിയിൽ നിന്ന് ഉപ്പാൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഉമ്മാൻ്റെ അടുത്തു നിന്നാണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. എന്തെങ്കിലും ഒരിക്കൽ നല്ല നിലയിലെത്തും എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കാം കൂടുതൽ പറഞ്ഞിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സാം കഴിയുമ്പോൾ ഇനി എന്തായി, ഏതെങ്കിലും ജോലിക്ക് കയറില്ലേ എന്നുള്ളൊരു ചോദ്യമല്ലാതെ ഞാൻ ഇനിയൊരു എക്സാം കൂടി വരുന്നുണ്ടോ, ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുമ്പോഴും ഒന്ന് പെട്ടെന്ന് നോക്കുക എന്നുള്ളൊരു ഉപദേശമല്ലാതെ ഇത് PSC നിർത്തണം, ഇനി വേറൊരു ജോലിക്ക് കയറണം എന്നുള്ളൊരു പറച്ചിലുകളൊന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സംബന്ധിച്ച് അത്രത്തോളം കുറേ കളിയാക്കലുകളും ഇതൊക്കെ നേരിട്ട അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ തീർത്തും വ്യത്യസ്തനായിരുന്നു. PSC മേഖലയിൽ കനത്തൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഫോഴ്സുകൾ, ഇപ്പോൾ CPO, ഫയർ, എക്സൈസ്, സബ് ഇൻസ്പെക്ടർ, ഈ എക്സാംസൊക്കെ റിട്ടൺ എക്സാം പാസ്സായിരുന്നു. ആ സമയത്ത് ഫിസിക്കലി മെഡിക്കലിയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അതിലൊന്നും ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അപ്പോഴാണ് കൂടുതലായിട്ട് ഓഫീസ് ജോബുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ധാരാളം ഫ്രണ്ട്സുകൾ ഗൾഫിലൊക്കെ എല്ലാം എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട്. എക്സാമുകൾ കഴിഞ്ഞൊരു ഇടവേള വന്നപ്പോഴാണ് എന്തെങ്കിലും ജോലി ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. എന്നാൽ PSC മേഖല വിട്ടുപോകാനും മനസ്സ് വരുന്നില്ല. ആ സമയത്താണ് PSC മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് എയ്സിൻ്റെ റിസർച്ചിങ്ങിൽ തന്നെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് എയ്സിൻ്റെ റിസർച്ചിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ സഹപ്രവർത്തകരും അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കലും കുട്ടികളുടെ മെൻറ്റർഷിപ്പും ഒക്കെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് വഹിച്ചിട്ടുണ്ട്. PSCയിലേക്ക് പുതുതായി വരുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, PSCയുടെ രണ്ട് മാറിയ രീതിയും പഴയ രീതിയും അനുഭവിച്ചറിഞ്ഞ ആളെന്ന നിലയ്ക്ക് പറയാനുള്ളത്, കൂടുതൽ വിശകലനം ചെയ്ത് നന്നായി ആഴത്തിലിറങ്ങി പഠിക്കണം എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലത്തെ ഒരു എക്സാമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ +2 ലെവലിലൊരു പഠനവും, +2 ലെവലിലെ എക്സാംസാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിലൊരു പഠനവും, ഇനി ഡിഗ്രി എക്സാംസ് ആണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെ വലിയ പോസ്റ്റുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു UPSC KS പ്രിലിമിനറി ആ ലെവലിലൊരു എക്സാംസ്, ആ ഒരു രീതിയിലുള്ളൊരു പഠനമാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. കാരണം PSCയിലേക്ക് ഇപ്പോൾ UPSC ആസ്പിരൻസും നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ പേടിക്കാനല്ല ഞാനിത് പറയുന്നത്. കുറച്ചുകൂടി നമ്മൾ പഠിക്കുമ്പോൾ ആഴത്തിലിറങ്ങി പഠിക്കുക, അതിനെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായി വിശകലനം ചെയ്ത് കൂടുതൽ സമയം അതിന് കൊടുത്ത് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഭാവി പരിപാടികളെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ ഈ ജോലിയിൽ കയറണം, ഒരു സ്റ്റെബിലിറ്റി വരുന്നത് വരെ ആ ജോലി കണ്ടിന്യൂ ചെയ്യണം. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്തായി വരാനുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റാണ്, KSFE, KSCB. അത് കിട്ടുമ്പോൾ അതിലേക്ക് മാറണം. ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിലൂടെ ഉയർന്ന പോസ്റ്റുകൾ KS മുതൽ IFS വരെ ചെറുപ്പം മുതലേ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പഠനം ഒരിക്കലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പഠിച്ചവൻ സഹായിക്കുകയാണെങ്കിൽ ഇനിയും വലിയ വലിയ പോസ്റ്റുകളിൽ എത്താൻ ശ്രമിക്കും. താങ്ക് യു.